ഹലോ സ്റ്റുഡൻസ്, യെസ്, നിങ്ങൾ അടുത്ത വർഷം +1 ദെൻ +2 എഴുതാൻ പോകുന്ന കുട്ടികളാണോ? ഫ്യൂച്ചറിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളാണോ? എങ്കിൽ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. യെസ്, വേറെ ഒന്നുമല്ല, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിനെ കുറിച്ച്. സഫയർ ഞങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിന് ഞങ്ങൾ പറയുന്ന പേരാണ് സെനിത്ത് ബാച്ച്. അത് പറയുമ്പോഴേ ഞങ്ങൾക്കൊരു സന്തോഷം വരും. എന്താ കാരണം എന്നറിയാമോ? കഴിഞ്ഞ വർഷം നീറ്റ് എക്സാമിനേഷനിൽ 720ൽ 700 മാർക്ക് വാങ്ങിച്ചു ഞങ്ങളുടെ നിതിൻ കൃഷ്ണ. ആദ്യ ചാൻസ് സ്റ്റുഡൻ്റ് ആണ്. റിപ്പീറ്റ് ചെയ്യാതെ, അതായത് 1 വർഷമോ 2 വർഷമോ റിപ്പീറ്റ് ചെയ്യാതെ ആദ്യ ചാൻസിൽ എൻട്രൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിനെ കുറിച്ച് അറിയണം. പറയട്ടെ. യെസ്, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, കുട്ടികളിൽ കാണുന്ന പ്രശ്നമല്ല, ഈ സിസ്റ്റത്തിൽ കാണുന്നൊരു പ്രശ്നം, സ്കൂളിൽ ടീച്ചർമാരൊന്ന് പഠിപ്പിക്കും, അവിടെ എക്സാമിനേഷൻ നടക്കും, ഒപ്പം മേ ബി ചിലപ്പോൾ കുട്ടികൾ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകും. അപ്പോൾ അവിടെ വേറെ ടോപ്പിക്കായിരിക്കും എടുക്കുക. അപ്പോൾ അവിടുന്ന് പഠിക്കുന്നതും ഇവിടുന്ന് പഠിക്കുന്നതും എന്താ പഠിക്കണമെന്ന് കുട്ടികൾക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം മിക്കവാറും കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അവർ എൻട്രൻസ് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. എൻട്രൻസ് അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും അറിയോ? +2 കഴിയട്ടെ, എന്നിട്ട് 1 കൊല്ലം കൂടെ നോക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ പ്രശ്നം? +1 +2ന് വേണ്ടത്ര രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാതിരുന്നാൽ ഒരു പക്ഷേ +2 കഴിഞ്ഞ് 1, 2, 3 കൊല്ലം റിപ്പീറ്റ് ചെയ്താൽ പോലും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല എൻട്രൻസ് കിട്ടുമോ എന്ന്. പക്ഷേ നിങ്ങൾ ആദ്യ ചാൻസിൽ എൻട്രൻസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇൻ കേസ് ഫസ്റ്റ് ചാൻസിൽ നഷ്ടപ്പെട്ടാൽ പോലും സെക്കൻഡ് ചാൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. നിങ്ങൾ നോർമൽ സ്കൂളിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ആ സ്കൂളിൽ പോകുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എൻട്രൻസും ഉണ്ട്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക് അത് തന്നെയായിരിക്കും എൻട്രൻസിലും പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ അതേ ടീച്ചർ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ് എന്നറിയാമോ? നിങ്ങൾക്ക് ഈ നോർമൽ സ്കൂളിംഗ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരുപാട് സമയം ട്യൂഷൻ എന്ന് പറഞ്ഞും ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞും സമയം കളയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എക്സാമിനേഷൻ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്കൂൾ എക്സാമിനേഷന് ഏത് ടോപ്പിക്കാണോ വരുന്നത് അതേ ടോപ്പിക്ക് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് വെൽ ഡിഫൈൻഡ് ആയി സയൻറ്റിഫിക്കലി ഞങ്ങൾ എക്സാമിനേഷൻ നടത്തും. ആ എക്സാമിനേഷൻ്റെ പേരാണ് CUET. ഇപ്പം എന്താ CUET എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്കൂൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ടോപ്പിക്കുകളെ ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലോട്ട് മാറ്റി നടത്തുന്ന സീരീസ് ഓഫ് എക്സാമിനേഷനാണ് CUET. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തിയറി പഠിക്കുന്നതിനൊപ്പം തന്നെ എൻട്രൻസ് പഠിക്കുന്നു, ഒപ്പം നിങ്ങൾ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങളുടെ +2 കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ ഒരു മാസ്റ്ററായിട്ട് മാറിയിട്ടുണ്ടാവും. ദെൻ നിങ്ങൾ 1 വർഷം പോലും പിന്നെ കളയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യ ചാൻസിൽ തന്നെ നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള IITകളിലേക്ക്, NITകളിലേക്ക്, എയിംസിലോട്ട്, ജിപ്മറിലോട്ട്, ദെൻ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. ഇങ്ങനത്തെ കോളേജുകളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കി തരുന്നത്. നമുക്ക് ട്രിവാൻഡ്രം, കൊല്ലം, ദെൻ എറണാകുളം, ആലുവ, തൃശ്ശൂർ, ദെൻ തിരൂർ, പട്ടാമ്പി, ഇത്രയും സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, ട്രിവാൻഡ്രത്തൊക്കെ കുട്ടികൾ എന്ന് പറയുമ്പോൾ വേറെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്തും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെയുള്ള ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1 lakh ബുക്സാണ് 3 സെൻറ്ററുകളിലായിട്ട് ഞങ്ങളുടെ ലൈബ്രറി എന്ന് പറയുമ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് ലൈബ്രറി ഫെസിലിറ്റി രാത്രി 11 മണി വരെ യൂസ് ചെയ്യാം. സൂപ്പർവൈസ്ഡ് സ്റ്റഡിയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് കുട്ടികൾക്ക്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വൈകിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് നിങ്ങൾ വീണ്ടും ലൈബ്രറിയിൽ വന്നിരുന്ന് പഠിക്കുന്നു. ടീച്ചർമാരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് കൂടെ. ഈ ഒരു ഡൗട്ട് വരുമ്പോൾ നാളെ ചോദിക്കാമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അപ്പോഴേ ക്ലിയർ ചെയ്യാം. കാരണം സൂപ്പർവൈസ്ഡ് സ്റ്റഡിയിൽ ലൈബ്രറിക്കകത്ത് ടീച്ചേഴ്സ് ഉണ്ട്, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് ഇതാണ് ആൻസർ എന്ന് പറഞ്ഞു തരാൻ കഴിയുന്ന ടീച്ചർമാരുണ്ട്. അതാണ് സഫയർ ഫ്യൂച്ചർ അക്കാഡമിയുടെ ഏറ്റവും വലിയ അസറ്റ്. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു ത്രെട്ട് കൂടെ പറയട്ടെ. പല കുട്ടികളും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ +1 +2ൻ്റെ കൂടെ തൽക്കാലം ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ചേരാമെന്ന് വിചാരിക്കും. എന്നിട്ട് അത്യാവശ്യം ഒരു മൊബൈൽ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മാത്രം വെച്ച് പഠിക്കാമെന്ന് വിചാരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എൻട്രൻസ് ഈസ് നോട്ട് എ സിമ്പിൾ ഗെയിം, ഇറ്റ്സ് എ സീരിയസ് ഗെയിം. വ്യക്തമായി പ്ലാൻ ഇല്ലാതെ ഒരു കുട്ടിക്ക് പോലും നല്ല റാങ്കുകളിൽ എത്താൻ പറ്റില്ല.
അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ദാ യൂട്യൂബ് വീഡിയോ കണ്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലെ വീഡിയോ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് നന്നായി പഠിച്ച് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഫീച്ചർ കേരളത്തിൽ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് സഫയർ. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള എക്സാമ്പിളാണ് കഴിഞ്ഞ വർഷം ഔട്ട് ഓഫ് 720 വി ഹാവ് 700, വി ഹാവ് 677, വി ഹാവ് 670, എല്ലാം ഒറ്റ ബാച്ചിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഇനി ഒന്നും ആലോചിക്കേണ്ട, ഇങ്ങ് പോര് കേട്ടോ. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ആരാന്ന് മനസ്സിലായല്ലോ? 22 വർഷത്തോളമായിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. നിങ്ങൾ ചോദിച്ച എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ടീച്ചർമാർ ഇവിടെ ഉണ്ട്. സോ അഗെയിൻ വെൽക്കം ടു ആൾ. താങ്ക് യു.